ഹലോ ഗൈസ്, അങ്ങനെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ സംഭവത്തിൽ തന്നെയുള്ള ഒരു ചിപ്പൻചിറ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. വളരെ അടിപൊളിയൊരു പ്ലേസാണ്. നല്ല കാമാൻഡൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. അപ്പം ഞാനും ഫാമിലിയും കൂടിയിട്ടാണ് ഇന്ന് വന്നത്. സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ. പിന്നെ വലിയ മഴക്കാറൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ നിങ്ങൾക്ക് സ്ഥലം ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അടിപൊളി പ്ലേസാണിത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരും ഒക്കെ ഉണ്ട്, മീൻ പിടിക്കാനൊക്കെ ആയിട്ട്. നല്ല ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ കാരണം ഒന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണിത്. നമ്മളധികം ഈ പ്ലേസിൽ വരാറൊക്കെ ഉണ്ട്. നല്ലൊരു പ്ലേസാണ്. നമ്മളെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് ഒരു 5 കിലോമീറ്റർ ഇൻസൈഡ് എങ്ങാനും ഈ ഒരു പ്ലേസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഇവിടെ പുഴയിൽ. എന്നാലും കുഴപ്പമില്ല, നല്ല ഇത് തന്നെയാണ്. അധിക പേരും ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ അധികം വരാറ്. കണ്ടോ, നല്ലൊരു പാലവും ഒക്കെ ആയിട്ട് കാണാൻ. 2 വശത്തും പുഴയും നടുക്കി ഇതൊരു ദ്വീപ് പോലെയാണത്. വളരെ നല്ലൊരു പ്ലേസാണ്. ആദ്യമൊന്നും ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഇപ്പം വീഡിയോ എടുക്കാൻ തന്നെ ആയിട്ട് കുറേ പേരൊക്കെ ഇവിടെ വരാറുണ്ട്. ഇനിയിപ്പോൾ സൺഡേയും കൂടി ആയത് കാരണം നല്ല രസമുണ്ട് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആണോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ എന്തോ ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏരിയയാണ്. പിന്നത്തെ രണ്ടാമത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചേട്ടൻ്റെ മുട്ട ബജി കഴിക്കാനാണ് കേട്ടോ. ഈ മുട്ട ബജിക്ക് എന്താ ഇത്രയും ആരാധകർ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ നാട്ടിൽ എസ്എംപുരത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മുട്ട ബജി പല തട്ടുകടയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ചീപ്പൻചിറയിലുള്ള ഈ മുട്ട ബജി എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. അത് ഈ ചേട്ടൻ്റെ കൈപ്പുണ്യം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ അടിപൊളിയാണ്. പിന്നെ ഈ നേരത്ത് പോയ കാരണം നല്ല ചൂടോട് കൂടിയിട്ട് ഈ സാധനം കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പം ചേട്ടൻ അതങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കുമ്പോൾ എനിക്കവിടെ കൊതി വന്നിട്ട് നിൽക്കാൻ വയ്യ. കാരണം ഞാൻ ഒരു മുട്ട ബജി ഫാൻ ഗേളാണ്. അപ്പം ഞാനും കൂടി അത് ടേസ്റ്റ് ചെയ്യാം. സമയം സന്ധ്യ ആയിട്ടുണ്ടെങ്കിലും ആൾക്കാർക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഇരട്ടി ആളുകൾ ഇപ്പം അവിടെ സ്ഥലത്തുണ്ട്. ഇരുട്ടായി തുടങ്ങി ഏകദേശം. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പോവാമെന്ന് ഞാൻ ചേട്ടനോട് പറയലാണ്. പക്ഷേ ഇവിടെ നിന്നാണെങ്കിലോ പോവാനും തോന്നില്ല. എന്തായാലും സൺസെറ്റ് ഒന്നും കാണാൻ പറ്റൂല, അത് ഷുവറാണ്. കാരണം മഴക്കാറുണ്ട്, മേഘങ്ങൾ വന്ന് മൂടിയിരിക്കുകയാണ് നമ്മുടെ സൂര്യൻ ചേട്ടനെ. അപ്പം നോക്കിയിങ്ങനെ പുഴയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു തോണി തുഴഞ്ഞ് നമ്മുടെ തോണിച്ചേട്ടൻ പോകുന്നുണ്ട്. പിന്നെയും നോക്കിയാൽ മീൻ പിടുത്തക്കാർ. അവിടെ നിന്നൊരു പയ്യൻ നല്ല വടിയിലൊക്കെ കുളത്തൊക്കെ ഇട്ട് മീൻ പിടിക്കുക. എന്നാലും ഞാനിങ്ങനെ ചിന്തിക്കും, ഇത്ര മാത്രം മീൻ അവിടെ നിന്ന് കിട്ടും. എന്തോരം ആൾക്കാരാണ് അവിടെ മീൻ പിടിക്കാൻ വരണേ. പാടിക്കോ, കേൾക്കണ്ട്, എല്ലാവരും കേൾക്കണ്ട്. ചേട്ടൻ്റെ ചിറാപ്പുഞ്ചി കേൾക്കണ്ട്. പാട്ട് കേട്ടിക്കോ, പാടിയേട്ടാ ചിറാപ്പുഞ്ചി. അയ്യോ, ചേട്ടൻ്റെ ചിറാപ്പുഞ്ചി കേൾക്കാനുള്ള ഭാഗ്യം എന്തോ എനിക്കിന്ന് കിട്ടിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രം കുറേ പ്ലേസൊന്നും ഇല്ലെങ്കിലും കൂടി നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ. സ്കൈയൊക്കെ അത്യാവശ്യം നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ട്, കാരണം സന്ധ്യാനേരം ആയല്ലോ.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.